നമസ്കാരം. NCT വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു ദേവസി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി സ്ത്രീയുടെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. കരുനാഗപ്പള്ളി സ്വദേശിനി ശുഭകുമാരിക്കാണ് അപകടമുണ്ടായത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റത് കൊരട്ടി സ്വദേശിക്ക്. നിരന്തരം മോഷണം നടത്തി വന്നിരുന്ന 2 പേർ വരന്തരപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പൗണ്ട് സ്വദേശികൾ. വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഈ മാസം 16-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി സ്ത്രീയുടെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൊച്ചുവേലി കോർബ എക്സ്പ്രസ് ആണ് തട്ടിയത്. കരുനാഗപ്പള്ളി സ്വദേശിനി ശുഭകുമാരിക്കാണ് അപകടമുണ്ടായത്. KSRTC കണ്ടക്ടറാണ് ശുഭകുമാരി. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കൊരട്ടി സ്വദേശി ജസ്റ്റിൻ ജോസിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്കായിരുന്നു അപകടം. മുൻപിൽ പോവുകയായിരുന്ന കാറിൽ തട്ടി റോഡിൽ വീണ ബൈക്കിന് പുറകിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. കാറിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രികനെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. ഉടനെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പരിക്കേറ്റയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വരന്തരപ്പള്ളി ഭാഗത്ത് നിരന്തരം മോഷണം നടത്തി വന്നിരുന്ന 2 പേർ വരന്തരപ്പള്ളി പോലീസിന്റെ പിടിയിലായി. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് ത്വയ്ബ്, മൂഴിയിൽ ഷൈജിൽ എന്നിവരാണ് പിടിയിലായത്. കച്ചേരിക്കടവ് പാലം പണിക്കുള്ള നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച സംഭവത്തിലാണ് ഇവർ പിടിയിലായത്. SI ജയചന്ദ്രൻ, SIമാരായ അശോക് കുമാർ, അലി, ബിജു, ASI ഡാജി, SCPOമാരായ വിബീഷ്, ബിജു, രാധാകൃഷ്ണൻ, പ്രസീത, CPO മുരുകദാസ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഷഷ്ടി മഹോത്സവം ഈ മാസം 16-ന് ആഘോഷിക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ അറിയപ്പെടുന്ന ആറേശ്വരം ക്ഷേത്രത്തിൽ മണ്ഡലവ്രതം ആരംഭിക്കുന്ന വൃശ്ചികം 1-ന് തന്നെ ഷഷ്ടി ആഘോഷവും നടക്കുന്നതിനാൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. 10 കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. കിഴക്കുമുറി സെറ്റിന്റെ നേതൃത്വത്തിൽ ഉയർത്തിയ ബഹുനില പന്തലും മൂലംകുടം സെറ്റിന്റെ നേതൃത്വത്തിൽ പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന 101 കലാകാരന്മാരുടെ മേളവും ഇത്തവണത്തെ പ്രത്യേകതയാണ്. പുലർച്ചെ 4-ന് നട തുറപ്പ്, 4:15-ന് അഭിഷേകം, മലർ നിവേദ്യം, 5-ന് ഉഷപൂജ, കലശപൂജ, 5:30 മുതൽ ശാസ്താംപാട്ട്, രാവിലെ 10:30 മുതൽ അന്നദാനം, ഉച്ചയ്ക്ക് 12-ന് കലശാഭിഷേകം, 12:30-ന് വെളിച്ചപ്പാട് തുള്ളൽ, 2-ന് നടയടപ്പ്, വൈകുന്നേരം 6-ന് ദീപാരാധന, 7-ന് അത്താഴപൂജ, 7:30-ന് ഹരിവരാസനം ചൊല്ലി നടയടപ്പ് എന്നിവയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. രാവിലെ 9-ന് വിവിധ സെറ്റുകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കാവടിയാട്ടം ഉച്ചയ്ക്ക് മലയടിവാരത്തെത്തി സമാപിക്കും. വൈകിട്ടും കാവടിയാട്ടം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AK രാജൻ, സെക്രട്ടറി PR അജയ ഘോഷ്, ട്രഷറർ KR രാധാകൃഷ്ണൻ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ M സുധീർ എന്നിവർ പങ്കെടുത്തു. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. അമ്പലം പൂട്ടി വിളക്ക്, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, അയ്യപ്പൻ പാട്ട്, ചിന്തുപാട്ട്, പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, നൃത്തത്തിൽ വരവ് എന്നിവ ദേശവിളക്കിന്റെ ഭാഗമായി നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടായിരിക്കും. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനായി വീണ്ടും വിനോദയാത്ര ഒരുക്കി സുഹൃതം പാലിയേറ്റീവ് കെയർ. കൊച്ചി മെട്രോ, തൃപ്പൂണിത്തറ ഹിൽ പാലസ്, വാട്ടർ മെട്രോ, വൈപ്പിൻ ബീച്ച്, വല്ലാർപാടം പള്ളി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത്. മെട്രോ നഗരത്തിലെ ഒരു ദിവസം വയോജനങ്ങൾക്ക് പുതിയൊരു അനുഭവമാണ് സമ്മാനിച്ചത്. ഒന്നിച്ച് ഒരു പകൽ മുഴുവൻ ഒരേ പ്രായക്കാരോടൊപ്പം യാത്ര ചെയ്യാനായതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും.
ഏകദിന വിനോദയാത്രയിൽ പ്രായാധിക്യങ്ങളെല്ലാം മറന്നായിരുന്നു കളിയും ചിരിയുമായി ഒരു പകൽ മുഴുവൻ കാഴ്ചകൾ കണ്ടു നടന്നത്. വയോജനങ്ങൾക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ദിവസം നൽകാൻ കഴിഞ്ഞെന്ന ആശ്വാസമായിരുന്നു സുഹൃതം പാലിയേറ്റീവ് കെയർ ഭാരവാഹികൾക്ക്. കഴിഞ്ഞ കൊല്ലം അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പൂർമൊഴി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര നടത്തിയത്. ഈ വർഷം നടത്തിയ വിനോദയാത്രയിൽ 55 പേരാണ് പങ്കെടുത്തത്. രാവിലെ 8 മണിക്കാണ് യാത്ര ആരംഭിച്ചത്. വൈകിട്ട് 10 മണിയോടെയാണ് സംഘം തിരിച്ചെത്തിയത്. വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് വിൻകോസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാർ നിർവഹിച്ചു. പുതുക്കാട് സുസ്ഥിര പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് P തങ്കം മുഖ്യ അതിഥിയായി. സുഹൃതം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് അശോകൻ പന്തല്ലൂർ, സുഹൃതം സെക്രട്ടറി സരിത തിലകൻ, സുഹൃതം ട്രഷറർ സ്വപ്ന സന്തോഷ്, ആഗസ്തി എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന കായികമേളയിൽ അധ്യാപകരുടെ മത്സരങ്ങളിൽ സമ്മാനം നേടിയ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുനിത ദേവിയെയും സ്കൂളിലെ കായിക താരങ്ങളെയും സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദരം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ 400 മീറ്ററിൽ സംസ്ഥാനതലത്തിൽ വെള്ളി നേടിയ സ്കൂളിലെ ബയോളജി അധ്യാപികയായ സുനിത ദേവി, സംസ്ഥാനതലത്തിൽ മത്സരിച്ച വൈഗ പ്രസാദ്, ശ്രീദേവിക രാജേഷ്, ജില്ലാതലത്തിൽ മത്സരിച്ച ആവണി KV എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സമ്മാനങ്ങൾ നൽകി. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രിൻസിപ്പാൾ പ്രീത V സ്വാഗതവും പ്രധാനാധ്യാപിക കൃപാകൃഷ്ണ A നന്ദിയും പറഞ്ഞു. തുടർന്ന് ട്രോഫികളും കായിക താരങ്ങളുമായി വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനവും നടത്തി. ഒളിമ്പിക്സ് മാതൃകയിലാണ് നടന്നത് അല്ലേ? പിന്നൊരു പ്രത്യേകത എന്താണ്? ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾക്ക് 7 ഇനങ്ങളിൽ പ്രത്യേകമായ മത്സരം ഈ മേളയോടനുബന്ധിച്ചുണ്ടായി. അത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടി ഫുട്ബോള്, അതുപോലെ തന്നെ വ്യത്യസ്ത വളരെ അഭിമാനമാണ് നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പൂച്ചിറ വിദ്യാലയത്തിന് വലിയൊരു നേട്ടമാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലേ? സംസ്ഥാന കായിക മേളയില് നമ്മുടെ ടീച്ചർ, നമ്മുടെ സുനിത ദേവി ടീച്ചർക്ക് 400 മീറ്ററിൽ വെള്ളിയും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വൈഗ പ്രസാദ്. നിങ്ങൾക്കറിയാം, എനിക്ക് കുറെ സമ്മാനങ്ങൾ ഇതിനേക്കാളും മുൻപ് സ്കൂൾ ലെവലിൽ തൊട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ GHSS ചെമ്പൂച്ചിറയിൽ നിന്ന് കിട്ടുമ്പോൾ അത് ടീച്ചർക്ക് വളരെ വലിയ സന്തോഷം തന്നെയാണ്. എന്റെ നാടാണത്. എല്ലാവർക്കും ഏറ്റവും നല്ല അഭിമാന നിമിഷമാണ് ഇന്ന് നമുക്ക് ഈ സന്തോഷത്തിലൂടെ പങ്കിടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു പക്ഷേ പറ്റുമെങ്കിൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ ഈ സുനിത ടീച്ചറെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും പുഷ്പളമായി തന്നെ സ്വീകരണം കൊടുത്ത് ടീച്ചർക്ക് പ്രോത്സാഹനം. നന്ദിക്കര ഗവൺമെന്റ് വിദ്യാലയത്തിലെ SPC കാഡറ്റുകൾ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷൻ സംവിധാനം, ഇന്ത്യൻ നിയമ സംവിധാനം, ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ചുമതലകൾ, ആയുധങ്ങൾ പരിചയപ്പെടുത്തൽ എന്നീ കാര്യങ്ങൾ കുട്ടികൾക്ക് വിശദീകരിച്ചു നൽകി. തുടർന്ന് കുട്ടികൾക്ക് ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ V സജീഷ് കുമാർ, ഡ്രിൽ ഇൻസ്ട്രക്ടർ PS സുജിത് കുമാർ, CPO AU ഷിഹാബുദ്ദീൻ, CPO MK പ്രീത എന്നിവർ നേതൃത്വം നൽകി. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഒരുക്കിയ രക്തബന്ധു ഹ്രസ്വചിത്രം സ്കൂളിൽ പ്രദർശിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചിത്രത്തിന്റെ സംവിധായകൻ സുധീർ വെള്ളിക്കുളങ്ങരയെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പാൾ M സുധീർ, പ്രധാനാധ്യാപകൻ KK താജുദ്ദീൻ, KR സോമൻ, PTA അംഗം NV ബൈജു, സീനിയർ അസിസ്റ്റന്റ് ഡിംപിൾ, NSS പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളൊക്കെ അത് NSSന്റെ കുട്ടികളായതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാണ്. ചിലപ്പോഴൊക്കെ നമുക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അത് രക്തം കിട്ടിയാൽ രക്ഷപ്പെടുന്ന ആളുകളുണ്ടാവും, കിട്ടാത്തതുകൊണ്ട് മരിച്ചു പോയതും ഉണ്ടാവും. ആക്സിഡന്റിലും മാത്രമല്ല, അതുപോലെ തന്നെ രക്തം കൊടുക്കാൻ താല്പര്യമുള്ള ഒരു കയ്യമ്മയിൽ പോയി നമുക്ക് വേണമെങ്കിൽ. ചിയാരം സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ചിയാരം വിജയമാതാ പള്ളിയിൽ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചിയാരം സെന്റ് വിൻസെന്റ് പോൾ കോൺഫറൻസ് പ്രസിഡന്റ് വിജോ ജോയ് പല്ലിശ്ശേരി അധ്യക്ഷത വഹിക്കും.
റവന്യൂ മന്ത്രി കെ രാജൻ TRM സെന്റ് വിൻസെന്റ് പോൾ കോൺഫറൻസിന്റെ സ്ഥാപക അംഗങ്ങളെ ആദരിക്കും. സമാപന പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് ഇടവക അംഗങ്ങളുടെ കലാപരിപാടികളും കലാസദൻ അവതരിപ്പിക്കുന്ന ലഘുനാടകവും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ വിജോ ജോയ്, കുര്യാക്കോസ് പെല്ലിശ്ശേരി, ജോയിന്റ് ജനറൽ കൺവീനർ ബൈജു പോൾ, ഫിനാൻസ് കൺവീനർ റാഫി കടവി, ചികിത്സാ സഹായം കൺവീനർ EG സാംസൺ എന്നിവർ പങ്കെടുത്തു. തുടക്കം തൊട്ട് പലതരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ 50 വർഷം എത്തിയിരിക്കുകയാണ്. ഭവന നിർമ്മാണം, ഭക്ഷ്യസഹായം, ചികിത്സാ സഹായം, വൈദ്യുതി സുവർണജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ 4 ഭവനങ്ങളെയാണ് നിർമ്മിക്കുന്നത്. അത് ഭവനങ്ങൾ താമസിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ 4 ചെറിയ വീടുകൾ. ഇതിനു മുന്നേ ഞങ്ങളുടെ പെരുന്നാൾ സെപ്റ്റംബറിലാണ് ഞങ്ങൾ പെരുന്നാളായിരുന്നത്. വിൻസെന്റ് പോളിലെയും അതോടനുബന്ധിച്ച് ഞങ്ങൾ ഇതേപോലെ തന്നെ ഈ ആവശ്യക്കാർക്ക് ഈ ദത്ത് കുടുംബങ്ങളുണ്ട് വിൻസെന്റ് പോളിൽ അവർക്ക് 25 കിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായ കോൺഫറൻസും കാര്യങ്ങളാണ് നടത്തുന്നത്. അത് ചെയ്യാതെ സ്വന്തമായ ഒരു കെട്ടിടവും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഈ 1974 മുതൽ തന്നെ ആരംഭിക്കാൻ സാധിച്ചു. ഇന്ന് എന്താ പറയുക, സ്വന്തമായ ഒരു കെട്ടിടത്തിൽ സംഘടനയുടേതായ ഒരു കെട്ടിടത്തിൽ നന്ദിക്കര GVHS സ്കൂളിൽ നടക്കുന്ന അങ്കണവാടി ബാലകലോത്സവത്തിന്റെയും ഓൾ കേരള കബഡി ടൂർണമെന്റിന്റെയും സംഘാടക സമിതി രൂപീകരിച്ചു. നവംബർ 23-ന് അങ്കണവാടി ബാലകലോത്സവവും നവംബർ 30-ന് ഓൾ കേരള കബഡി ടൂർണമെന്റും നടക്കും. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈസ്മെൻ ഇന്റർനാഷണൽ, പുതുക്കാട് ടൗൺ ക്ലബ്ബ്, തെക്കേത്തുറവ്, വടക്കേത്തുറവ് എന്നിവിടങ്ങളിലെ അങ്കണവാടികളിൽ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കൽ സംഘടിപ്പിക്കുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്യും. തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേരള തീരത്തിനു സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പുണ്ട്. അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ തമിഴ്നാടിനു സമീപം ചക്രവാത ചുഴിയായി ദുർബലമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില താഴേക്ക്. പവന് 320 രൂപയാണ് കുറഞ്ഞത്. ചൊവ്വാഴ്ച 1080 രൂപയുടെ വലിയ ഇടിവ് ഉണ്ടായിരുന്നു. 1 പവൻ സ്വർണത്തിന്റെ ബുധനാഴ്ചത്തെ വിപണി വില 56,360 രൂപയാണ്. ശനിയാഴ്ച മുതൽ തുടർച്ചയായി സ്വർണ്ണവില താഴേക്കാണ്. ശനിയാഴ്ച 80 രൂപയും തിങ്കളാഴ്ച 440 രൂപയും കുറഞ്ഞിരുന്നു. ഇതോടെ 5 ദിവസം കൊണ്ട് മാത്രം സ്വർണ്ണ വിപണിയിൽ 1920 രൂപയാണ് പവന് കുറഞ്ഞത്. വിവാഹ വിപണിക്ക് വലിയ ആശ്വാസമാണ് വിലയിടിവ് നൽകുന്നത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 7045 രൂപയാണ്. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ വില 5810 രൂപയാണ്. വെള്ളിയുടെ വില 1 രൂപ ഉയർന്നിട്ടുണ്ട്. 1 ഗ്രാം ഹാൾമാർക്ക്ഡ് വെള്ളിയുടെ വില 98 രൂപയാണ്. വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഭക്ഷണമാണ് ചെറുപയർ. മുളപ്പിച്ച് ഉപയോഗിച്ചാൽ ചെറുപയറിന്റെ ഗുണങ്ങൾ വർദ്ധിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അത്തരത്തിലുള്ള മുളപ്പിച്ച ചെറുപയറിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. പ്രോട്ടീനുകളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മുളപ്പിച്ച ചെറുപയർ. മുളപ്പിച്ച ചെറുപയർ സ്ഥിരമായി കഴിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെയും മറ്റും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും ദഹിപ്പിക്കുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈമുകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ ആന്റി ഓക്സിഡന്റുകളുടെയും വിറ്റാമിൻ സിയുടെയും അളവ് വർദ്ധിപ്പിക്കുകയും ക്ലോറോഫിൽ ഉള്ളതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ വിഷവിമുക്തമാക്കാനും സഹായിക്കുന്നു. പോഷകങ്ങളാൽ സമ്പുഷ്ടമായ വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായ പയർ സൂപ്പ്, സലാഡുകൾ എന്നിവയിൽ ചേർത്ത് കഴിക്കാം. മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹിമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അത് വിളർച്ചയുടെ ലക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മുളപ്പിച്ച പയറിൽ എൻസൈമുകൾ ധാരാളമുണ്ട്. ഇത് ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അകാല വാർദ്ധക്യം തടയുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ മുളപ്പിച്ച പയറിൽ ഉണ്ട്. രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ചെറുപയർ മുളപ്പിച്ചു കഴിക്കുന്നത് ഉത്തമമാണ്. ആർത്തവ വേദനയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ വളരെയധികം പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നാണ് മുളപ്പിച്ച ചെറുപയർ.
ഇത് എല്ലാ വിധത്തിലും സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു. ഇതിലുള്ള വിറ്റാമിൻ ബി, വിറ്റാമിൻ B6 ആണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നത്. മുളപ്പിച്ച ചെറുപയറിലെ എൻസൈമുകൾ ദഹന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അകാല വാർദ്ധക്യം തടയുന്ന നിരവധി ആന്റി ഓക്സിഡന്റുകൾ മുളപ്പിച്ച പയറിലുണ്ട്. ഹൃദയ ആരോഗ്യത്തിന് പല വിധത്തിൽ ഗുണം ചെയ്യുന്ന ഭക്ഷണമാണ് മുളപ്പിച്ച ചെറുപയർ. രക്തക്കൊഴലുകളെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനോടൊപ്പം ഇത് തടസ്സപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടും. ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വരുത്തുമ്പോൾ ആരോഗ്യ വിദഗ്ധന്റെ സഹായവും തേടാവുന്നതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പുതുക്കാട് GVHS സ്കൂളിൽ ഫുൾ ടൈം മീനിയൽ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം വെള്ളിയാഴ്ച രാവിലെ 10:30 സ്കൂളിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04802756 ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനായി യോഗ്യരായ 50 വയസ്സിന് താഴെയുള്ള കാഴ്ച പരിമിതർ, കേൾവി പരിമിതർ എന്നീ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ജിയോഗ്രഫി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ബോട്ടണി, ഹിന്ദി, കെമിസ്ട്രി, സുവോളജി, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സംസ്കൃതം, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അറബിക്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നിയമനം. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ പ്രാദേശിക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ നവംബർ 16 പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484231294. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7045 രൂപയും പവന് 58,360 രൂപയും രേഖപ്പെടുത്തി. മുപ്ലിയം മരോട്ടിക്കൽ ചാമി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. പാറുക്കുട്ടിയാണ് ഭാര്യ. ചന്ദ്രൻ, ചന്ദ്രിക, പ്രേമലത എന്നിവർ മക്കളും. സിന്ധു, രാമചന്ദ്രൻ, രാജൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി സ്ത്രീയുടെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. കരുനാഗപ്പള്ളി സ്വദേശിനി ശുഭകുമാരിക്കാണ് അപകടമുണ്ടായത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പരിക്കേറ്റത് കൊരട്ടി സ്വദേശിക്ക്. നിരന്തരം മോഷണം നടത്തി വന്നിരുന്ന 2 പേർ വരന്തരപ്പള്ളി പോലീസിന്റെ പിടിയിലായത് പൗണ്ട് സ്വദേശികൾ. വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഈ മാസം 16 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10 പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയുന്നതിന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.